എൻ്റെ പേര് കണ്ണൻ. ഞാൻ ഫാത്തിമയിൽ BSc മാത്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെയിലാണ് റിസൾട്ട് വന്നത്. അപ്പോൾ അതിന് ശേഷം ഏത് സെൻട്രൽ കോച്ചിങ്ങിന് പോകണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് കൊല്ലത്ത്. നോക്കിയപ്പം SSCക്കും ബാങ്കിങ്ങിനും അതുപോലെ റെയിൽവേസിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സെൻറ്ററായിട്ട് എനിക്ക് കർമ്മ അക്കാഡമി തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പം ഫസ്റ്റ്ലി ഞാനിവിടെ വന്ന ശേഷം എഴുതിയ എക്സാം SSC CGL ആയിരുന്നു. സോ വരുന്നതിന് മുമ്പേ ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. CGL എങ്ങനെയാണ് നടത്തുന്നത്, എത്ര മാർക്കാ, ബേസിക് ഐഡിയാസ് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയ ശേഷമാണ് CGL കണ്ടക്ട് ചെയ്യുന്ന രീതി, പാറ്റേൺ, നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ് ഒരു കണ്ടിന്യൂസ് 30 ഡേയ്സോളം മോക്ക് ഉണ്ടായിരുന്നു. ഡെയിലി ഡിസ്കഷനും വരും. സോ ആ എക്സാം പാറ്റേൺ കിട്ടിയത് യൂസ്ഫുൾ ആയി. സോ ഇവിടെ എത്തിയപ്പം എനിക്ക് ഹോണസ്റ്റ്ലി അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഏത് എക്സാം വന്നാലും അതിന് മുന്നോടിയായിട്ട് കുറേ മോക്ക് ടെസ്റ്റും അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ആ ഒരു എക്സാമിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അതായത് ഇപ്പം CGL കഴിഞ്ഞാൽ ഇപ്പോൾ CGL 1 month മുന്നേ അതിൻ്റെ കണ്ടിന്യൂസ് മോക്സ് ഉണ്ടായിരുന്നു 30 ഡേയ്സ്. ഇപ്പം MTS റീസെൻ്റ്ലി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 30 ഡേയ്സ് മോക്ക് ഉണ്ടായിരുന്നു. ഇനി റെയിൽവേസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോക്ക് ഇനി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരുമ്പം നമുക്ക് തെറ്റും വരും ശരിയും വരും. അതേപോലെ തെറ്റ് വരുമ്പം നമ്മളത് യൂഷ്വലി കളയും. പക്ഷേ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓരോ മിസ്റ്റേക്ക് വരുമ്പോഴും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും ആ തെറ്റ് കറക്റ്റ് ചെയ്ത് തരാനും മെൻറ്റേഴ്സ് ഉണ്ട്. അത് എല്ലാ ദിവസവും ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവർ വന്ന് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് എല്ലാം അവർ പറഞ്ഞെന്ന് നമുക്കൊരു ഇമ്പ്രൂവ്ഡ് ഒരു ഫീലിംഗ് വരുന്നുണ്ട്. സോ ഇപ്പോൾ 4 months ആയി വന്ന സമയവും ഇപ്പം നോക്കിയാൽ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റും അതുപോലെ ജനറൽ നോളേജ് യൂഷ്വലി പലർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഞാനും ആ കൂട്ടത്തിലെ ഒരാളാണ്. നോളജ് കുറവായതുകൊണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം വേണ്ട ഒരു കാര്യമാണ് GK. അപ്പം ഇവിടെ എത്തിയ ശേഷം ഇവിടെ മെറ്റീരിയൽസും മറ്റ് സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഫർ ചെയ്യാനും അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി ആ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂഷ്വൽ ലെവലിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എക്സാം എഴുതി. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അതിനും ഒരു പ്രത്യേക താങ്ക്സ് പറയാം.